ഹോമിലി ഗപ്പീസ്, നിങ്ങൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതിനകത്ത് ഫിഷ് ഏത് വേണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മിക്കുള്ളവരും സെലക്ട് ചെയ്യുന്നത് നമ്മളടുത്തൊന്നും പറയുന്നത് ടെട്ര, സീബ്ര, വിൻഡോ അങ്ങനെയൊക്കെയുള്ള ഫിഷസൊക്കെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ അതായത് അതിനകത്ത് ഗോൾഡ് ഫിഷ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ടാങ്ക് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി വെറൈറ്റി ഫിഷസ് നോക്കുന്നവർക്ക് ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇതാണ് സ്പോട്ടഡ് കാറ്റ് ഫിഷ്. ഇവർക്ക് ഹൈഡ് പ്ലേസ് മസ്റ്റാണ്, നിർബന്ധമാണ്. ഇവർ എപ്പോഴും ആക്റ്റീവായിരിക്കും. ഇത് കണക്കൊക്കെ ആയിരിക്കും ഇവർ നിൽക്കുന്നത്. നല്ല ആക്റ്റീവാണ്. ഇതുണ്ട്, ഒരാൾ ഇതിൻ്റെ അകത്ത് ഒളിച്ചിപ്പുണ്ട്. കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ 5 പീസ് നമ്മുടെ കയ്യിലുണ്ട്. ഇവരെപ്പോഴും ആക്റ്റീവായിരിക്കും. ഇവർ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടായിട്ട് ആ സ്പോട്ടിൽ തന്നെ വന്ന് ഫുഡൊക്കെ എടുക്കുന്നതാണ്. ഇവരുടെ റേറ്റ് വളരെ കുറവാണ്. ടാങ്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. കാണാൻ നല്ല രസമായിരിക്കും. ഒരു റിച്ച് രീതി ടാങ്ക് കിട്ടും. ഇവരുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടഡ് കാറ്റ് ഫിഷ് എന്നാണ് ഇവരുടെ പേര്. പിന്നെ അതേ കണക്ക് തന്നെ ഒരു സ്ലോ ഫിഷ് ടാങ്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സ്ലോ ഫിഷ് ടാങ്കാണ്. അപ്പോൾ ഈ ഫിഷും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രസമാണ്. വെറൈറ്റി ഫിഷും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ നോർമലി ഫിഷ് ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും മിക്കുള്ളവരും ചോദിക്കുന്നത് കളർ ഫിഷ് ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഗോൾഡ് ഫിഷ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കൊരു വെറൈറ്റി കണ്ടൊരു വെറൈറ്റി ടാങ്ക് ആര് കണ്ടാലും അവർക്ക് മനസ്സിലാവാത്ത കുറച്ച് ഫിഷസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് സെലക്ട് എടുക്കാവുന്നതാണ്. ഇത് ചിൽച്ചിലാണ്. ഇവർ ടാങ്കിൽ എപ്പോഴും നല്ല ഓവർ ആക്റ്റീവാണ്. നമ്മൾ സാൻഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ട് കണക്ക് കുത്തിമറിച്ച് നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കണക്കത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ട്യൂൺ ചെയ്ത് നിൽക്കുക. ഓക്കെ, താങ്ക് യു.